ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ സെൻജിങ് സ്റ്റെപ്പിൽ നിന്ന് വീണ് അവൾ കാലൊടിഞ്ഞ് കിടക്കുക. അങ്ങനെ അതുകൊണ്ട് കൂടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ലീവാണ്. അങ്ങനെ അവന് രാവിലെ തന്നെ ഇവൾക്ക് പെട്ടെന്ന് ഗുണമാകാൻ വേണ്ടി ആഹാരം കൊണ്ടായിക്കൊന്ന് കൊടുക്കുമ്പം അവളാണ് ഇവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ട് മൊത്തത്തിൽ അങ്ങ് ടച്ചായി പോകും. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവൻ വേറെ എങ്ങോട്ടേക്കും പോകാതെ ഇവളുടെ കൂടെ തന്നെ അവനൊരു ചെയറിട്ട് ഇരുന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഇവൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാതെ ഇവന് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കുമ്പം അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് പറഞ്ഞ് അവൻ എടുത്തോണ്ട് വരണം ചോദിക്കും. അപ്പോഴാണ് അവളും അതൊന്നുമല്ല, നീ സമാധാനത്തിൽ അവിടെ ചെന്ന് ടി വിയെ കാണാത്തത്, വെറുതെ നിന്നെ ബോറടിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് അവൾ ചോദിക്കുമ്പം അവൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ ഇവിടെ ഇരിക്കാനേ തോന്നുള്ളെന്ന് പറയും. എന്നിട്ട് അവളും ബാത്റൂമിൽ പോകാൻ വേണ്ടി അവിടുന്ന് സ്റ്റിക്ക് എടുത്തോണ്ട് വരാൻ പറയുമ്പം അവന് ഞാൻ പൊക്കി എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ കുനിഞ്ഞിരിക്കും. അപ്പോഴാണ് അവളും പൊക്കി എടുത്ത് ബാത്റൂം വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് നാണക്കേടായി അപ്പം തന്നെ ഇവളെ സഹായിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. പക്ഷെ പിന്നീട് അവന്റെ മനസ്സ് മാറി അവളെ പൊക്കി എടുത്തോണ്ട് നേരെ ബാത്റൂമിന്റെ അവിടെ ആക്കിയിട്ട് അവൻ പുറത്തേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവളും ഇവൻ ഇങ്ങനെ അടുത്തേക്കുന്ന ചമ്മലായതുകൊണ്ട് ഇവള് കഴിയുമ്പോൾ വിളിക്കാം, അതുവരെ അങ്ങ് ദൂരേക്ക് പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടൊക്കെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ആ സമയം തന്നെ കൂട്ടുകാരി അവളുടെ ഫോണിൽ മെസ്സേജ് ഇട്ട് ഞാൻ വല്ല അങ്ങോട്ട് വരണോടി എന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇട്ടേക്കുന്ന നൈസിന് ഇവനങ്ങ് വായിച്ചു നോക്കും. അങ്ങനെ അതിനുശേഷം അവനും അവൾ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ പൊക്കെടുത്തോണ്ട് പോകാൻ നോക്കുമ്പം അവളാണ് അടുത്ത പ്രാവശ്യം പൊക്കെടുക്കുവാണ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും ചെയ്യാൻ പറയും. ഇനിയൊരു ശിവൻ ഈ ചാൻസ് ഒക്കെ മുതലെടുക്കുവാണെന്ന് ചോദിക്കുമ്പം അവനും പേടിച്ചിട്ട് അങ്ങനൊന്നുമല്ല, അവൻ നടക്കാൻ പറ്റാത്തോണ്ട് സഹായിച്ചെന്നുള്ളെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളും എങ്കിൽ പിന്നെ ഇവന്റെ അപ്പൂപ്പനെ ഇതേപോലെയാണ് പൊക്കിയെടുത്തോണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പം അവന് ചമ്മി പോയിട്ട് അപ്പൂപ്പനൊരാണല്ലേന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും സിറ്റുവേഷൻ വേറെയാന്ന് പറയും. അതിനേശ് ഇവളെ ചെന്ന് ബെഡിലാക്കുമ്പം അവളെങ്കിൽ പിന്നെ കിടന്നുറങ്ങാൻ പോകാന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവനെ പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് പോകുന്ന മുമ്പ് എന്തേലൊക്കെ ആവശ്യം വരികയാണ് എന്നെ അപ്പം തന്നെ വിളിച്ചാന്ന് പറഞ്ഞിട്ട് അവന് പുറത്തേക്ക് ചെല്ലും. അതിനേശ് ഇപ്പൊ സംഭവിച്ചൊക്കെ ആലോചിച്ച് ഇവൾ ഇവിടെ മൊത്തം നാണിച്ചിരിക്കും. എന്നിട്ട് അവന് നൈസിന് സെൻജിങ്ങിന്റെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ച് ചേച്ചിയെ നോക്കിക്കോളാൻ ഞാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വർക്കൊക്കെ വിട്ടിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ലെന്ന് ആ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അവളത് മനസ്സിലാക്കി എങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ നല്ലോണം നോക്കിക്കോളാൻ പറയും. അങ്ങനെ ഓരോ ദിവസവും കൂടെ തന്നെ ഇന്ന് ഇവൾ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവളും കിടന്നുറങ്ങാൻ പോകാന്ന് പറഞ്ഞ് ഇവനും കൂടെ വേണം റെസ്റ്റ് എടുക്കാൻ പറയും. അപ്പോഴാണ് അവനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളു, ഉറക്കൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അവളും കണ്ണടച്ച് ഉറങ്ങാൻ നോക്കുമ്പം ഇവനാണ് ആ സമയം കൊണ്ട് ഇവളെ തന്നെ നോക്കുന്നുണ്ട്, അവൾക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് തന്നെ അവളും ഇവളെ തന്നെ എന്തിനാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം അവനും ചെറുതായിട്ട് പേടിച്ചിട്ട് ഞാൻ നോക്കിയൊന്നുമില്ല, ഞാൻ ഈ ബുക്ക് പഠിക്കുമായിരുന്നു എന്നിട്ട് അവനൊരു ആക്ടിങ് ചെയ്യുമ്പം അവൾ പിന്നീട് സമ്മാനത്തിൽ കിടന്നുറങ്ങും. അതിനേശം അവനും ആ ബുക്ക് വായിച്ചു നോക്കുമ്പം നമ്മൾ ധൈര്യത്തിൽ ഓരോ കാര്യമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കും. അതുകൊണ്ട് അത് വായിച്ചു നോക്കി അവനും കുറച്ച് ധൈര്യം എടുത്തിട്ട് അവനിപ്പോൾ സെൻജിങ്ങിനോട് ഇവൻ ബുക്ക് നോക്കുമല്ലായിരുന്നു ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവൾ മൊത്തം ഷോക്കാകുമ്പം അവന് ചേച്ചിയെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അതോടെ രണ്ടുപേരും കൂടെ മൊത്തത്തിൽ പേടിച്ചു പോകുമ്പം അവളാണ് അച്ഛൻ കാലൊടിഞ്ഞ കാര്യം അറിഞ്ഞ പെട്ടെന്ന് പറഞ്ഞ് അവൾ എന്താണെന്ന് അറിയാതെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം അവിടേക്ക് വരുന്ന അച്ഛനും ഇവളെ കണ്ട അവസ്ഥയൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യത്തി ഇപ്പൊ ചുമ്മാ നിന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം അറിഞ്ഞു പോലും കാണത്തില്ലെന്ന് പറഞ്ഞ് അവളോർത്ത് വിഷമിക്കുമ്പം അവളാണ് ഇതൊക്കെ ചെറിയ അടിയല്ല അച്ഛന്ന് പറഞ്ഞ് അവണ്ട പറയാത്തേന്ന് പറയും. അപ്പരാണ് അച്ഛനും ഇതൊക്കെയാണ് ചെറിയ കാര്യം എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ അമ്മയോട് അറിയിക്കാൻ പോകുന്ന പറയുമ്പം അവള് മേടിച്ചിട്ട് അതൊന്നും വേണ്ടെന്ന് പറയും. കാരണം ഇവളുടെ അമ്മ ഇപ്പരാണ് ഒന്ന് കറങ്ങാൻ വേണ്ടി വിദേശത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് ഇവളുടെ കാര്യം ഇപ്പൊ പറയുവാണ്. പിന്നെ അമ്മ വിഷമിച്ച് ഇവിടെ തന്നെ നിൽക്കും പറയുമ്പം അച്ഛനും എങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നറിഞ്ഞ് അവളെ വിളിക്കും. അതോടെ അടുത്ത സെക്കൻഡ് ലീവുമാണ്, ചേച്ചിയെ നോക്കിക്കൊള്ളാൻ അവനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനു മുമ്പ് അപ്പൂപ്പനെയൊക്കെ കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ളതെന്ന് പറയും. അതുകൊണ്ട് ചേച്ചിയോട് അവന് കടപ്പാടുള്ളതുകൊണ്ട് അവൻ കൂടെ നിന്ന് നോക്കിക്കോളാൻ പറയുമ്പം അവളും കൂടെ ചേർന്ന് അച്ഛൻ്റെ കൂടെ വരുവാണ്. അച്ഛനത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ നോക്കിക്കോളാൻ കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറയും. അതിനുശേഷം അച്ഛന് മനസ്സിലാതെ സമ്മതിച്ചിട്ട് ലീവുവിനോട് അവന്റെ കോളേജൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടുത്തെ പഠിത്തമൊക്കെ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്തായാലും അവനെടുത്ത തീരുമാനമില്ലെന്ന് പറഞ്ഞ് അവനത് ഫേസ് ചെയ്യാൻ തയ്യാറാന്ന് പറയും. കൂടാതെ ഞാനെടുത്ത തീരുമാനത്തിൽ ഒരിക്കലും പിന്മാറത്തില്ലെന്ന് അവന് സെൻജിനെ നോക്കി ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. അവളോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയത്തില്ലെന്ന്. അതുകൊണ്ട് അവൾക്ക് ചെറിയ ഷൈനസ് ഒക്കെ വരും. അങ്ങനെ അതിനുശേഷം ഇവളുടെ അച്ഛനും അവിടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പം ഇവൻ ആ ഗ്യാപ്പിൽ കൂടെ ഇവളെ പൊക്കിയെടുത്തോണ്ട് സോഫയിൽ ചെന്നിരുത്തും. അങ്ങനെ അതോടെ അവളാണ് അച്ഛന്റെ ഫ്രണ്ട് ഇവൻ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞ് അവളും മൊത്തത്തിൽ പേടിച്ചു വരികയും. അങ്ങനെ അതിനുശേഷം അവളുടെ അച്ഛനും വല്ല ആവശ്യം വരുവാണ് എന്നെ അപ്പം തന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങേര് അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇവനെ കണ്ടിട്ട് അവളാണ് അടുത്ത പ്രാവശ്യം അച്ഛനുള്ളപ്പോൾ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് പോലെന്ന് പറഞ്ഞ് അവള് പറയുമ്പോൾ തന്നെ അവനും കാല് വയ്യാത്ത ഒരാളെ പൊക്കിയെടുത്തിരുത്തുന്നത് എന്തോ തെറ്റും ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ സംസാരം കേട്ട് അവൾക്കും തിരിച്ചൊന്നും പറയാൻ തോന്നത്തില്ല. അതിനുശേഷം അവളും വാഷ്റൂമിൽ ചെന്ന് മുഖത്ത് ക്രീം ഇടാൻ വേണ്ടി പോകുമ്പം അവൾ അടപ്പെടുക്കാൻ നോക്കുന്ന സമയത്ത് അറിയാതെ സ്ലിപ്പായി വീഴും. അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് അവനോട് അടുത്തേക്ക് വന്നിട്ട് ചേച്ചിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേ ചെന്ന് തിരിച്ച് ചോദിക്കുമ്പം അവളും അടുപ്പ് തറയിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് സ്ലിപ്പായതാന്ന് പറയും. അതിനുശേഷം അവനത് എടുത്തു കൊടുത്തിട്ട് എന്തായാലും ആവശ്യമുണ്ട് അവനെ വിളിച്ചാൽ പോരെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ഇവൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇതുവരെ അവൾ ഓപ്പൺ ചെയ്തില്ലെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് അവൾ അത് കണ്ടിട്ട് ഇവൻ ഹാർഡ് വർക്ക് ചെയ്ത് പൈസയും കൊണ്ട് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തില്ലെന്ന് പറയും. അങ്ങനെ ആ സമയത്താണ് അവളുടെ അച്ഛൻ വീണ്ടും അവിടേക്ക് വരുമ്പം ഇവൻ പേടിച്ച് പുറത്തേക്കോ നോക്കും. അപ്പോഴാണ് അവൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ ഇവനെ കണ്ട് അച്ഛൻ വല്ലതും വിചാരിക്കുമെന്ന് പറഞ്ഞ് അവൻ അകത്ത് തന്നെ പതുങ്ങിയിരിക്കാൻ വേണ്ടി
പറയും. അതിനേശം ഇവൾ കുളിക്കുന്ന പോലെ കാണിക്കുമ്പം അവളുടെ അച്ഛനാണ് രണ്ടുപേരും കൂടെ എവിടെ പോയും ചോദിക്കും. അപ്പോഴാണ് അവളും ബാത്റൂമിൽ ഇരുന്നോണ്ട് അച്ഛാ ഞാൻ കുളിക്കുക, ലീവ് എന്തോ കടയും കണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന പറഞ്ഞ്. അച്ഛൻ ഇന്ന് തിരിച്ചു വന്ന് എന്നിട്ട് അവൾ വയ്ക്കും അച്ഛനും താക്കോല് മറന്നുപോയെന്ന് പറഞ്ഞ് അതെടുക്കാൻ വേണ്ടി വന്നേന്ന് പറയും. അതുകൊണ്ട് ലീവ് വരുന്നവരെ ഇവൾക്ക് കൂട്ടിന് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പം അവളാണ് പേടിച്ചിട്ട് അവൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോയിക്കോളാൻ പറയും. അങ്ങനെ അതോടെ അവളുടെ അച്ഛനും അവിടെ നിന്ന് പോയ ഉടനെ അടുത്ത സെക്കൻഡ് ഇവൻ എഴുന്നേറ്റ് പോകാൻ നോക്കും. അപ്പോഴാണ് അവൾ പേടിച്ചിട്ട് അച്ഛനിപ്പോൾ പോയോ ഇല്ലെന്ന് ആർക്കറിയാന്ന് പറഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. അതോടെ ഇവർ തമ്മി കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുമ്പം അവന് പെട്ടെന്ന് അവൾ കിസ് ചെയ്യാൻ തോന്നും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഉദ്ദേശമൊക്കെ അവൾക്ക് മനസ്സിലായെന്ന് പറയും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് അവനെ അവളുടെ അച്ഛൻ പോയെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഇതേ സമയം ഇവളുടെ മുഖം മൊത്തത്തിൽ അങ്ങ് ചുമക്കും. അതിനുശേഷം അടുത്ത ദിവസം അവനും കുറച്ച് ദിവസം ലീവ് എടുത്തുകൊണ്ട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറയും. അതുകൊണ്ട് പാത്രം ഒന്നും ക്ലീൻ ചെയ്യേണ്ട, വന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതിനുശേഷം അവനും ഇപ്പൊ കുറെ ദിവസം റെസ്റ്റ് എടുത്തില്ല, അതുകൊണ്ട് കാലുവേനയൊക്കെ കുറച്ചായിട്ട് മാറും എന്ന് പറഞ്ഞ് അവളോട് കെയറിങ് കാണിക്കുമ്പോൾ തന്നെ ഇവള് പെട്ടെന്ന് ഒരു കാര്യം ഓർത്തെടുത്തിട്ട് ചിലവരൊക്കെ വിളിച്ചാലേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷെ ഇവള് വിളിക്കാതെ തന്നെ ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവനെ കോഫി ഷോപ്പ് വെച്ച് ദേഷ്യപ്പെട്ട കാര്യമൊക്കെ ഇപ്പൊ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ചെറിയ നാണക്കേടോടെ ഇവനായിട്ട് വന്നല്ല ഇവളുടെ കൂട്ടുകാരി വിളിച്ചോണ്ട അവൻ വന്നേന്ന് പറയും. അപ്പോഴാണ് സെൻജിങ്ങും എങ്കിൽ പിന്നെ ഞാനല്ലല്ലോ വിളിച്ച, അവളല്ലേ വിളിച്ചേ, നീ ഞാൻ വിളിച്ചാലേ വരുത്തുള്ളൂ എന്നല്ലേ പറഞ്ഞു. എന്നിട്ട് അവള് വീണ്ടും ഓരോ പോയിന്റ് എടുത്ത് ചോദിക്കുമ്പോൾ അവൻ എന്തോ പറയണമെന്ന് അറിയാതെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനേശം അവളും ക്ലാസ്സിലെന്ന് പറഞ്ഞ് ഇവനെ നേരത്തെ പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനേശം അവൻ അവിടെ നിന്ന് പോയ ഉടനെ ഇവിടെ സെൻജിങ്ങിന്റെ കമ്പനിയുടെ ഗ്രൂപ്പ് ചാറ്റിൽ നിന്ന് മെസ്സേജ് വരും ഇവർക്ക് ആ കാർ കമ്പനിയായിട്ട് ബിസിനസ് ഒപ്പിച്ചു കൊടുത്ത മറ്റേ ലേഡി ജോലി കളഞ്ഞിട്ട് പോയെന്ന്. അങ്ങനെ അതോടെ ഇതറിഞ്ഞ അടുത്ത സെക്കൻഡ് അവളും അവർക്ക് ഇത് എന്തോ പറ്റിയെന്ന് അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇവള് മെസ്സേജ് ചോദിക്കും. അങ്ങനെ അതിനേശം അവനും ക്ലാസ് കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് വരുമ്പം അവിടെ കൂട്ടുകാരിയാണ് ഇവന്റെ ചേച്ചിയെ ഇവന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്താൻ നോക്കുമല്ല, അവൾ ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടി വന്നയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് കേട്ട് സെൻജിങ്ങും ചിരിച്ചുകൊണ്ടിരിക്കുമ്പം അവനെങ്കിൽ പിന്നെ രണ്ടുപേർക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം കൂട്ടുകാരിയും അവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ട് നിനക്ക് അവനോട് ഇഷ്ടമല്ല ആയാൻ ചോദിക്കുമ്പം സെൻജിങ്ങും അവൻ ഇഷ്ടം പറഞ്ഞപ്പോൾ അവളതപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പക്ഷെ പിന്നീട് അവൻ കാണിക്കുന്ന ഈ കെയറിംഗ് ഒക്കെ ഇവൾ ഏറ്റുവാങ്ങിക്കുന്ന തെറ്റായിട്ട് അവൾക്ക് തന്നെ ഫീൽ ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ അവന്റെ ഫീലിംഗ് നീ അക്സെപ്റ്റ് ചെയ്യും, നീ അവന്റെ പ്രായം നോക്കണ്ട, നിന്റെ മനസ്സറിയാൻ നീ കേട്ടാൽ മതി. എന്നിട്ട് ഇവൾ പറയുമ്പം സെൻജിങ് ആലോചിച്ച് നോക്കിയിട്ട് അവൾക്ക് അവനോടുള്ളത് എങ്ങനത്തെ ഇഷ്ടമെന്ന് അവൾക്കോലും അറിയത്തില്ലെന്ന് പറയും. അതിനുശേഷം രാത്രി ഇവള് ലീവോന് മെസ്സേജ് അയച്ച് അവൻ ഉറങ്ങിയോന്ന് ചോദിക്കുമ്പം അവൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളു, എന്തെങ്കിലും ആവശ്യമുണ്ടോ ചേച്ചി എന്ന് പറഞ്ഞ് അവൻ ഇപ്പം തന്നെ റൂമിൽ വരാന്ന് പറയും. അപ്പോഴാണ് അവളും റൂമിലൊന്നും വരണ്ട, ഇവൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ആ മെസ്സേജ് കണ്ടിട്ട് അവനും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കാന്ന് പറഞ്ഞ് അവൻ റിപ്ലൈ ഇടുമ്പോൾ തന്നെ ഇവളും അവനെ ഫോൺ വിളിക്കും. അപ്പോഴാണ് അവനും വീണ്ടും ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവനും കുറച്ച് വിഷമിച്ചൊക്കെ ചോദിക്കുമ്പം ഇത് കേട്ടവളും ഇവന്റെ ഇഷ്ടമൊക്കെ അവളെ കൊണ്ട് എങ്ങനെ തടയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ചേച്ചി അനിയൻ എന്നുള്ള ബന്ധം ഇവളെ കൊണ്ട് മറക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കൂടാതെ ഇനി ഇവനോട് ഇഷ്ടത്തിലാകുവാണെങ്കിൽ പോലും രണ്ടുപേരും കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അവള് രണ്ടുപേരും തമ്മിലുള്ള വയസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതെല്ലാം കേട്ട് വിഷമിച്ച് ഒന്നും പറയാതെ കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് സെൻജിങ്ങും ഇവള് ചുമ്മാ ഇവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, യഥാർത്ഥത്തിൽ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ആകുവാണ്, എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിച്ചൊന്നും നടക്കത്തേ ഉള്ളെന്ന് പറഞ്ഞ് അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവൾ പറഞ്ഞെല്ലാം കേട്ടിട്ട് അവൻ അതൊന്നും കുഴപ്പമില്ല, അവനെല്ലാം ഫേസ് ചെയ്യാൻ ധൈര്യത്തോടിരിക്കുവാന്ന് പറയും. ഇത് കേട്ട് അവളും കുറച്ച് സന്തോഷത്തി എങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോഴൊന്നും തീരുമാനം എടുക്കണ്ട, നീ പഠിച്ചിറങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നിനക്ക് സത്യത്തിൽ കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് എന്നോട് ഇപ്പൊ കാണിക്കുന്ന ആ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നിന് അവൾ പറയുമ്പം അവനും തിരിച്ച് എത്ര പേര് കണ്ടാലും ചേച്ചിയുടെ അത്ര ആരും വരുത്തില്ലെന്ന് പറഞ്ഞ് അവനും ചേച്ചിയെ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേട് സെൻജിങ് ടച്ച് ആയിട്ട് അതിപ്പോഴേ തീരുമാനം എടുക്കണ്ട, ഇനി നീ കുറെ പേരെ എന്തായാലും പരിചയപ്പെടും, എന്നെക്കാളും ബെറ്റർ ആയിട്ട് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അടുത്ത വർഷം നീ പഠിച്ചിറങ്ങിയ ശേഷം നിനക്ക് എന്നോട് ഈ ഫീലിങ്സും അതേപോലെ എനിക്കും വേറെ ആരോടും ഒരു ഇഷ്ടമൊന്നും വന്നില്ലെങ്കിൽ നമുക്കിതിനെ കുറിച്ച് ആലോചിക്കാം എന്നിന് അവളൊരു ചാൻസ് കൊടുക്കുമ്പോൾ തന്നെ അവൻ ഷോക്കായിട്ട് ചേച്ചി പറഞ്ഞപ്പോ സത്യമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഉള്ളയാ പറഞ്ഞ് നമുക്ക് പരസ്പരം ഇപ്പൊ ഇഷ്ടമുണ്ടോന്ന് ഇവൻ പഠിച്ചിറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇവൻ ക്ലാസ് കളഞ്ഞിട്ട് ഇവിടെ നിൽക്കണ്ട, അവന് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ചേച്ചിയുടെ കെട്ടൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം അവന് പോകാന്ന് പറയുമ്പം അവൾ എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറയും. അതിനുശേഷം അവനും തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയില്ലാതെ വേറെ ആരും പ്രണയിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഇവൾക്ക് മെസ്സേജ് ഇട്ടുകൊണ്ട് അവൾക്ക് ചിരി വന്നിട്ട് നീ ആള് കൊള്ളാടാന്ന് പറഞ്ഞ് അവൻ തിരിച്ച് റിപ്ലൈ ഇടും. അതുകൊണ്ട് തന്നെ അവനും കുറച്ച് നാണിച്ചിട്ടൊക്കെ ഇനിയിപ്പോൾ എന്നെ അനിയനായിട്ടല്ലല്ലോ ഒരാണായിട്ടല്ലേ കാണുന്നതെന്ന് ചോദിക്കുമ്പം അവളും ആൺകുട്ടിയായിട്ട് കാണാന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് മെസ്സേജ് കിടന്നുറങ്ങാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അത് കണ്ട് അവനും ചിരിച്ചിട്ട് അവൻ തിരിച്ച് റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവന് റൂമിൽ വെച്ച് അവളേച്ച് മെസ്സേജ് കണ്ട് സന്തോഷത്തി എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് ഇടുമ്പോൾ തന്നെ അവൾ മൊബൈൽ വെച്ചിട്ട് ആദ്യം കണ്ണടച്ച് ഉറങ്ങാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ സെൻജിങ്
കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് അവന് റൂമിലേക്ക് വരാൻ വേണ്ടി മെസ്സേജ് ഇടും. അതോടെ അവനും മൊത്തത്തിൽ നാണിച്ച് അവിടേക്ക് വന്നിരിക്കുമ്പം ഇവളാണ് എന്തുവാ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്ക് എൻ്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, എൻ്റെ അച്ഛൻ വലിയ ഈ സമയത്ത് തന്നെ നീ ഇതേപോലെ ചിരിച്ചോണ്ടിരിക്കുക എന്നിന് ഇവള് തമാശയിൽ ചോദിക്കുമ്പോൾ തന്നെ അവന് സേഫ്റ്റിക്ക് ഡോറ ക്ലോസ് ചെയ്യും. അപ്പോഴാണ് അത് കണ്ട് അവളും ചിരിച്ചിട്ട് എന്നും പറഞ്ഞ് ഇത്ര സേഫ്റ്റി ഒന്നും വേണ്ട, ഇന്നലെ രാത്രി ഇവൻ നല്ലോണം കിടന്നുറങ്ങിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇല്ലെന്ന് പറഞ്ഞ് തലയാട്ടുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഉറക്കില്ലാത്തതിന്റെ ക്ഷീണമൊന്നും ഇവന്റെ മുഖത്തില്ലെന്ന് പറഞ്ഞ് അവൾ നോക്കുമ്പോൾ തന്നെ അവന് ഷൈയായി ചേച്ചി നല്ലോണം ഉറങ്ങിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ല ഞാനൊക്കെ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇവ പല്ലേക്കണം എന്ന് പറയുമ്പോൾ അവൻ അവൾ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away.